പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കാത്തിരിപ്പിൻ്റെ ഒരു ദിനം. ഈ കാത്തിരിപ്പിൽ നമുക്ക് വലിയ പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഈ കാത്തിരിപ്പിൽ നമ്മൾ എപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കണമെന്ന് സഭയുടെ പാരമ്പര്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് സഭയിൽ മാമോദീസ വ്രത നവീകരണത്തിൻ്റെ ദിനമാണ്. പഴയ പാരമ്പര്യമനുസരിച്ച് ഇന്ന് പൊതു മാമോദീസയൊക്കെ കൊടുക്കുന്ന ദിനമാണ്. അപ്പം നമ്മുടെ മാമോദീസ വ്രതങ്ങളെ നമ്മൾ നവീകരിക്കുന്നു. നമ്മൾ പുതിയ ജലം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെട്ട് പുതുജീവിതത്തിലേക്ക് പുത്തൻ വെളിച്ചം യേശുവാകുന്ന പ്രകാശത്തെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ജീവിതത്തിൽ സ്വീകരിച്ച് ഉദ്ധിതനായ യേശുവിൻ്റെ ഉദ്ധാന സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു ദിനമാണ്, കാത്തിരിപ്പിൻ്റെ ദിനമാണ് ഈ ദുഃഖശനി എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മനോഹരമായ ഒരു വചനം, വെളിപാട് പുസ്തകം 21 അധ്യായം 4 തിരുവചനം. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടാവുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. തൊട്ടടുത്ത വചനം 5 തിരുവചനം, അതിമനോഹരമായ ഒരു വാഗ്ദാന വചനം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. പ്രിയമുള്ളവരെ, പഴയതെല്ലാം എടുത്തു മാറ്റി എല്ലാം നവീകരിച്ച് ഉദ്ധാനത്തിൻ്റെ വലിയ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും കടന്നു വരുവാൻ ദൈവം നമ്മളെ പ്രത്യേകമാം വിധം ഒരുക്കുന്ന ദിനമാണ് ഇന്നേ ദിനം. ഈ ദിനത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രത്യേകിച്ച് ദുഃഖശനിയാഴ്ചത്തെ ഈ ഒരു ശുശ്രൂഷയിൽ ഇവിടെ വന്ന് പങ്കെടുക്കുന്നവരോടൊപ്പം തന്നെ ഓൺലൈൻ ശുശ്രൂഷയിലായിരിക്കുന്ന അനവധി ആളുകളുണ്ട്. ഒരുപക്ഷെ ദേവാലയത്തിൽ പോകുവാനും പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും സാധിക്കാത്തവരും രോഗങ്ങളാൽ വേദനിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള സഹോദരങ്ങൾ ഈ ശുശ്രൂഷ കാണുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം, ഒരു സൗഖ്യത്തിൻ്റെ ഒരു സ്പർശനം, ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുന്ന ഉദ്ധാനത്തിൻ്റെ ഒരു കൃപയുടെ നിറവിലേക്ക് ദൈവമേ ഇവരെല്ലാവരെയും നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കാത്തിരിപ്പിൽ ഈശോ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രിയമുള്ളവരെ, കാത്തിരിപ്പ് എപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു കാത്തിരിപ്പാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. സെമിനാരി കാലഘട്ടങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ അവധിക്ക് വീട്ടിൽ പോകാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ കലണ്ടറിൽ ഇങ്ങനെ ഓരോ ദിവസവും വെട്ടി അവസാനം കാത്തിരിപ്പ് അതിൻ്റെ ഏറ്റവും പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ വലിയ സന്തോഷമാണ്. അവസാനത്തെ പരീക്ഷയൊക്കെ ഈ ഹോസ്റ്റലിലൊക്കെയുള്ള പിള്ളേർക്ക്, അവിടെ ആയിരുന്ന പിള്ളേർക്കറിയാം, അവസാനത്തെ പരീക്ഷയൊക്കെ എത്രയും പെട്ടെന്ന് എഴുതി തീർത്ത് വേഗം പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തിറങ്ങി വീട്ടിലേക്കൊക്കെ പോകാനുള്ള ഒരുക്കങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഭവനം എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന ഒരിടം. ആ കാത്തിരിക്കുന്ന ഇടത്തിലേക്ക് ചെല്ലുവാൻ വലിയ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ, അവന് വിദേശത്താണ്. അപ്പോൾ കസിൻ്റെ വീട്ടിൽ അവരുടെ പാപ്പനും ആൻറ്റിയും ശാരീരികമായിട്ട് അല്പമൊക്കെ ഒരു അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നു. വലിയ നടുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ നാളുകളിൽ പാപ്പൻ്റെ വീട്ടിലൊന്ന് പോകുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, വീട്ടിൽ ചെന്നപ്പോൾ ഈ ക്ഷീണവും ശാരീരിക ക്ഷീണമൊക്കെയുള്ള പാപ്പനും ആൻറ്റിയൊക്കെ കൂടെ വലിയ പണികളിലാണ്, പണിത്തിരക്കുകളിലാണ്. അപ്പം എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അടുത്ത ആഴ്ച ഒരു 2 ആഴ്ചത്തേക്ക് മകനും മരുമകളും പിള്ളേരും വരുന്നുണ്ട്.
അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, 2 ആഴ്ചയേ ഉള്ളൂ, എമർജൻസി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലീവാണ്, അവരുടെ വീട്ടിലെ ചില കാര്യങ്ങളുണ്ട്, അത് ക്രമീകരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കുന്ന തിരക്കിൽ ഇവരുടെ രോഗമൊന്നും ഇവർ കാര്യമായിട്ട് എടുക്കുന്നില്ല. അതല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് അല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കാത്തിരുന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് പ്രിയപ്പെട്ടവർ കടന്നു വരുമ്പോൾ വലിയൊരു സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ 50 ദിനങ്ങളിലെ കാത്തിരിപ്പാണ്. ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച്, നമുക്കറിയാം എല്ലാവരും പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് എല്ലാവരും കുമ്പസാരിച്ച് ജീവിതത്തെയൊക്കെ വിശുദ്ധീകരിച്ച് ഉദ്ധിതനായ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഉദ്ധാന രഹസ്യത്തിൽ പങ്കുചേരുവാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതാ പുതിയ ജലം, പുതിയ വെളിച്ചം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ രാത്രിയിൽ ഈശോയെ കാണാൻ പോകുന്ന നിക്കോദേമോസിനെ കുറിച്ച് വചനം പറയുന്നുണ്ട്. അവൻ രാത്രിയിൽ ഈശോയുടെ അടുക്കലേക്ക് അവനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഈശോ അവനോട് പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ മാനുഷിക ബുദ്ധിയിൽ അവൻ പറയുന്നത് പറ്റുന്ന കാര്യമല്ലല്ലോ. ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ സ്നാനം ചെയ്യപ്പെടുന്ന ഒരു പുതുജീവിതത്തിലേക്ക് നീ കടന്നു വരണം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെട്ടപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്, രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ദൈവത്തെ കാണുവാൻ വന്നവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെട്ടപ്പോൾ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 ഇടങ്ങളിലായിട്ട് നമ്മൾ നിക്കോദേമോസിനെ കാണുന്നുണ്ട്. ഒന്ന് 3-ാം അധ്യായത്തില് ഇരുട്ടിൻ്റെ മറവിൽ ഈശോയെ കാണാൻ വന്നവൻ ഇതാ താളുകൾ മറിക്കുമ്പോൾ, 7-ാം അധ്യായത്തിൻ്റെ 50-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയ്ക്കെതിരായിട്ട് ഫരിസേയരും നിയമജ്ഞരുമൊക്കെ വിധി പറയുവാൻ ഒരുങ്ങുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി വാദിക്കുന്നവനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്നവനായിട്ട് നിക്കോദേമോസിനെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇന്നലെ ഈശോയുടെ പാടുപീഡകളെ കുറിച്ചൊക്കെ ദുഃഖവെള്ളിയാഴ്ച ധ്യാനിച്ചപ്പോൾ നമ്മൾ ഈശോയെ സംസ്കരിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത് നിക്കോദേമോസ്. ഇപ്പം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഇരുട്ടിൻ്റെ മറവിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ടെന്ന് പറയുന്നത് അതിന് വിവിധ അർത്ഥതലങ്ങളുണ്ട്. തിന്മയുടെ ബന്ധനമാകാം, പാപ അവസ്ഥകളാകാം, അല്ലെ അന്ത്യ അത്താഴത്തില് ഈശോയുടെ പക്കൽ നിന്നും അപ്പം സ്വീകരിച്ച് അത് ഭക്ഷിച്ച യൂദാസ് ഇരുട്ടിലേക്ക് പോയി എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ പാപ അവസ്ഥയിലേക്ക്. ഇപ്പോൾ ഇരുട്ട് മാറ്റി, എന്നിലെ അന്ധകാരത്തെ മാറ്റി പരിശുദ്ധാത്മാവിനാൽ ഞാൻ സ്നാനം ചെയ്യപ്പെട്ട് യേശുവിന് സാക്ഷിയായി ജീവിക്കേണ്ടവനാണ് ഞാനെന്നുള്ള ഓർമ്മപ്പെടുത്തല്. അപ്പോൾ ഒരു പുതുജീവിതത്തിൻ്റെ പഴയതെല്ലാം കർത്താവ് എടുത്തു മാറ്റി ജീവിതത്തെ മുഴുവനായി നവീകരിച്ച് ഉദ്ധാനത്തിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന ദിനമാണ് ഇന്നേ ദിനം. അപ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസമൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിനമാണ്. നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ മാമോദീസ നാളിൽ നമുക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ വിശ്വാസ സത്യങ്ങളെല്ലാം ഇന്നേ ദിനം വിശുദ്ധീകരിക്കപ്പെട്ട് കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ നമ്മൾ ആ വിശ്വാസ സത്യങ്ങളെ ഏറ്റുപറഞ്ഞ് മാമോദീസ വ്രതങ്ങളെ നമ്മൾ ഇന്ന് നവീകരിക്കുന്ന ദിനം കൂടെയാണിന്ന്. 2ാമത്തെ ശുശ്രൂഷയിൽ നമ്മൾ ഇതാ ദീപം തെളിച്ചുകൊണ്ട് എന്നിലുള്ള അന്ധകാരമെല്ലാം എടുത്തു മാറ്റി യേശുവാകുന്ന ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അരുളി ചെയ്ത ഈശോയുടെ പ്രകാശത്തെ, യേശുവാകുന്ന പ്രകാശത്തെ നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന ദിനം കൂടെയാണ്. ഈ യേശുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കുമ്പോൾ അതിൽ 2 കാര്യങ്ങളാണ്, അല്ലേ? ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നതാണ് പ്രകാശം. നമ്മൾ എത്ര രാത്രിയിലാണെങ്കിലും
ഇതേ ഒരു കത്തിച്ച തിരിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മുറിയിലൊരു ഒരു ബൾബ് ഓണാക്കിയാൽ പ്രിയമുള്ളവരെ ആ ഇരുട്ട് മാറുകയാണ്. അപ്പോൾ യേശുവാകുന്ന പ്രകാശത്തെ ഞാൻ സ്വീകരിക്കുമ്പോൾ എന്നിലുള്ള അന്ധകാരവും തിന്മയുടെ പാപത്തിൻ്റെ എന്നിലുള്ള ദുശീലങ്ങളെല്ലാം എടുത്തു മാറ്റി യേശുവാകുന്ന പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന ദിനമാ. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയുണ്ട്. നമ്മൾ ഇന്ന് കത്തിച്ച മെഴുകുതിരിയൊക്കെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ യേശുവാകുന്ന പ്രകാശത്തെ എന്നും ഈ ഉദ്ധാന തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ ഉദ്ധിതനായ യേശു സാന്നിധ്യം എന്നും എൻ്റെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയിലൂടെ, കുടുംബം ഒന്നിച്ച് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ യേശു സാന്നിധ്യത്തിൻ്റെ നിറവുണ്ടാകണം. അവിടെ ഈ കത്തിച്ച തിരി നമ്മൾ സ്വീകരിക്കുമ്പോൾ സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: നമ്മളിലുള്ള ഏതെങ്കിലുമൊക്കെ വിദ്വേഷത്തിൻ്റെ, പകയുടെ, വെറുപ്പിൻ്റെ, അങ്ങനെയുള്ള അസ്വസ്ഥതകളെ, കൂടെയുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കാത്തതിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളെ, ക്ഷമിക്കുവാൻ പറ്റാത്തതിൻ്റെ അനുഭവങ്ങളെയൊക്കെ ഇതാ ഈശോ അതിനുള്ള കൃപ നൽകുന്ന ദിനം. കാരണം കാൽവരിയുടെ വിരിമാറിൽ കിടന്നുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിച്ചതാണ് ഈശോ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മാതൃക. കൂടെയുള്ളവരെ സ്നേഹിക്കണം, ജീവിതത്തിൻ്റെ ജീവൻ കൊടുത്ത് സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത കുരിശിൽ നമ്മൾ കാണുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോടും ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളിലെ വിള്ളലുകളെയൊക്കെ ഒന്ന് മാറ്റുവാൻ, ബന്ധങ്ങളിൽ വന്നിട്ടുള്ള അസ്വസ്ഥതകളെയൊക്കെ പരിഹരിക്കുവാൻ, ഉയർപ്പ് തിരുനാളില്, ഉദ്ധാന തിരുനാളില് നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ എല്ലാവരുമൊക്കെ ഒന്നിച്ചു കൂടുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ജോലി മേഖലകളിലൊക്കെ ഉള്ളവരെ വീട്ടിലേക്ക് കടന്നു വരുന്ന ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിച്ച്, അല്ലെ, നമ്മുടെ നോമ്പൊക്കെ നമ്മൾ അവസാനിപ്പിക്കുന്ന ദിനം കൂടെയാണ്. കാര്യങ്ങളൊക്കെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ടാകുമല്ലോ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ പോലും, അല്ലേ? നാളത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്നറിയാം പ്രിയമുള്ളവരെ. അപ്പോൾ ഈ കൂട്ടായ്മയിൽ നമ്മുടെ ബന്ധങ്ങളെയൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ, അതോടൊപ്പം തന്നെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, പഴയതെല്ലാം കടന്നുപോയി. ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, ജീവിതത്തിൻ്റെ വേദനകളെ, ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും കർത്താവ് എടുത്തു മാറ്റി. പ്രിയമുള്ളവരെ, സഹനങ്ങളും നൊമ്പരങ്ങളും പരാജയങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവരുടെയും മനുഷ്യ ജീവിതത്തിൽ ഇതാ എല്ലാവരുടെയും ജീവിതത്തിൽ പരാജയങ്ങളും വേദനകളും സങ്കടങ്ങളും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പല കാര്യങ്ങളുമൊക്കെ സംഭവിക്കുന്ന ജീവിത അനുഭവങ്ങൾ ഉണ്ടാകും. അവിടെ കർത്താവ് നൽകുകയാണ്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. നോക്കിയേ, ഉദ്ധാന തിരുനാൾ മുതൽ നമ്മൾ പന്തക്കൊസ്തിക്കായിട്ട് ഒരുങ്ങുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ്. അപ്പോൾ യേശു സാന്നിധ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ജീവിതത്തിൻ്റെ പഴയതെല്ലാം കടന്നുപോയി. ഇതാ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ പഴയതിനെ ഓർത്ത് സങ്കടപ്പെടുകയില്ല, നിരാശയുടെ പടുകുഴിയിൽ ജീവിക്കുകയില്ല. മറിച്ച് ഇതാ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും ഉദ്ധാനത്തിലൂടെ ലോകത്തിന് രക്ഷ നൽകിയ കർത്താവിൽ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതം ഇനിമേൽ തളരേണ്ടതല്ല, തകരേണ്ടതല്ല, തകർച്ചയുടെ പടുകുഴിയിൽ കിടക്കേണ്ടതല്ല, മറിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു ജീവിതമാണ്. ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലേക്കും പ്രത്യാശയിലേക്കും നീങ്ങേണ്ട ജീവിതം. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. സകലവും നവീകരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാന വചനത്തെ നെഞ്ചോട് ചേർക്കാൻ, ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ആ കൃപയിലേക്ക് നടന്നെടുക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇരുകരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നൽകുകയാ, ഇതാ പഴയതെല്ലാം കടന്നുപോയി. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ജീവിതത്തിൽ കണ്ണുനീരിൻ്റെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും അനുഭവങ്ങളിലൂടെ
കടന്നു പോയിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും നമുക്ക് ഓർക്കാം. ഇനി മരണമുണ്ടാവുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. കർത്താവ് ഓർമ്മപ്പെടുത്തുകയാ, പഴയതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു ജീവിതമല്ല, അവിടുന്ന് എല്ലാം നവീകരിക്കും. ദുഃഖവെള്ളി, ഈ മരണത്തിനപ്പുറം ഉദ്ധാനത്തിൻ്റെ ഒരു പ്രത്യാശയുടെ ജീവിതമുണ്ടെന്ന് കർത്താവ് ജീവിതം കൊണ്ട് കാണിച്ചു തരുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റുമടങ്ങാതിരുന്നിട്ടില്ല. ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേളകളെയും എല്ലാ അനുഭവങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിവുള്ള കർത്താവിൽ വിശ്വാസമർപ്പിച്ച് ഗാനത്തിൻ്റെ വരികളോട് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും കണ്ണുനീരനുഭവങ്ങളെയും പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഈ സഹനങ്ങൾക്കപ്പുറം വേദനകൾക്കപ്പുറം ഇതാ ഉദ്ധാനത്തിൻ്റെ ആനന്ദമുണ്ടെന്ന ബോധ്യത്തിൽ എല്ലാം നവീകരിക്കുന്ന ദൈവമേ, അങ്ങയിൽ ശരണം ഗമിച്ച് മുന്നേറുവാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഞാനിതാ കാത്തിരിക്കുകയാണ്. ദൈവമേ, അനുഗ്രഹിക്കണമേ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. പ്രാർത്ഥനയോടെ തിരമാലയിൽ ഈ ചെറുതോണി, തിരമാലയിൽ ഈ ചെറുതോണി, അമരത്തിനരികെ അവരുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അണയാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഇരുകരങ്ങളെ യാചനാരൂപത്തിൽ നമുക്കൊന്ന് തുറന്നു പിടിക്കാം. കണ്ണുകൾ തുറന്ന് പ്രിയമുള്ളവരെ, ഇതാ ഈ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കാം. ഈ ക്രൂശിത രൂപം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ, ഇതൊരു പരാജയത്തിൻ്റെ വേദനയുടെ നൊമ്പരത്തിൻ്റെ ജീവിതമല്ല, മറിച്ച് ഈ കുരിശ് രക്ഷയുടെ അനുഭവത്തിലേക്ക് രക്ഷകനിലേക്ക് നമ്മളെ നയിക്കുന്നതാ. ആ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ ഉദ്ധാനത്തിനായി കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന വാഗ്ദാന വചനമാ. നിന്റെ ജീവിതത്തിൽ പഴയതെല്ലാം കടന്നുപോയി കേട്ടോ. ഇനി പഴയതിനെ ഓർത്ത് പ്രിയമകനെ പ്രിയമകളെ നീ സങ്കടപ്പെടണ്ട, നീ വേദനിക്കണ്ട, നീ കണ്ണുനീര് പൊഴിക്കണ്ട. ഏതെല്ലാം ജീവിത അവസ്ഥകളിലൂടെ നീ കടന്നുപോയാലും നിന്റെ ദൈവം അതെല്ലാം നവീകരിക്കുന്നവനാണ്. ഇതാ പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിക്കുമ്പോൾ വിശുദ്ധ ജലത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് യേശുവാകുന്ന പ്രകാശത്തെ സ്വീകരിച്ച് ഉദ്ധാനത്തിന്റെ ആനന്ദത്തിലേക്ക് പുതുജീവിതത്തിന്റെ പ്രത്യാശയുടെ പുത്തനഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യാശ നൽകുന്ന കർത്താവിന്റെ കുരിശിനെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ കുരിശ് നൽകുന്ന സന്ദേശം, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിക്കും ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, എന്റെ ഈ സങ്കടങ്ങൾക്കപ്പുറത്ത് ഒരു നോവും വേദനകൾക്കപ്പുറത്ത് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. തീർച്ചയാണ്. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, ദൈവമേ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, കർത്താവേ, അമരത്തിനരികെ അവനുള്ളതാ, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും
അടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. പാവനാത്മാവേ എന്നിൽ വന്നു നിറ